Praise the Lord. Hallelujah. Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ അവരുടെ അതരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രശാന്ത സുന്ദരമായ ഈ വിശുദ്ധ പകൽ വേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. I thank the Lord for this wonderful day that is given us to be in His ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ആത്മമിത്രം പാസ്റ്റർ ജെയിംസൺ മുളവനെ ഓർത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I thank the Lord for Pastor James Mullavan and his family. അവന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ബൈബിൾ സെമിനാരികൾ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ വ്യത്യസ്ത നിലകളിൽ കർത്താവിന്റെ ശുശ്രൂഷകരായിരിക്കാൻ ദൈവം ഞങ്ങളെ അന്ത്യകാലങ്ങളിൽ വിവിധയിടങ്ങളാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank the Lord and for His ordination that He's placed us in different places to minister for His kingdom. ഒത്തിരി നല്ല ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്, അവയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Many fond thoughts are racing to my mind and I thank the Lord for that. ഈ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for this church. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. And the great presence of the Holy Spirit is in our midst. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഫാമിലിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പാനിടയായി ഇത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. Especially we prayed for families this morning and I realized that's a great ordination of the Lord this morning. എൻ്റെ പേര് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നാട് റാന്നിയിലാണ്. നീണ്ട 20 പരം വർഷങ്ങളായി ദൈവജന പഠനത്തോടും കർത്താവിന്റെ മഹത്വകരമായ വേലയോടും അനുബന്ധിച്ച് ഞങ്ങൾ ഡൽഹിയിൽ പാർത്ത് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. ഭാര്യയും 3 കുഞ്ഞുങ്ങളെയും ദാനമായി ദൈവം നൽകിയിട്ടുണ്ട്. And pastor is originally from Rani and he spent 20 years in the ministry and is presently placed in Delhi along with his family. ഇന്ന് പകലത്തെ വേദ വിചിന്തനത്തിന് വേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. Let's turn to the word of God for meditation this morning. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. And Nehemiah chapter 2 verse 20. Nehemiah chapter 2 verse 20. 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. Nehemiah 2 verse 20. Then answered I them, and I said unto them, the God of heaven He will prosper us. Therefore we His servants will arise and build. But ye have no portion, nor right, nor memorial in Jerusalem. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടാം. പകൽക്കാലം കർത്താവേ എന്നോട് ഇടപെടണമേ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടണം, പരിശുദ്ധാത്മാവ് ഇടപെടുമാറാകണം. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മൈലുകൾക്കപ്പുറം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ അയക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിപ്പാൻ ഇടയായി തീർന്നത്. And we read a verse is very familiar to us. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം. Nehemiah chapter 2. ആ ചരിത്ര പശ്ചാത്തലമെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. And if you go to the historical background, you're familiar with the background. നെഹമ്യാവിന് ദൈവം കൊടുത്ത ദർശനമനുസരിച്ച്, കാഴ്ചപ്പാടനുസരിച്ച്, നിയോഗമനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, ദൈവിക പണിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിത്വമായിരുന്നു. And Nehemiah was a person who entered into the ministry of the work of the Lord based on the vision and he called it received from the Lord. അവന് നേരെ ശത്രുക്കൾ കടന്നു വരുവാനിടയായി. But he faced enemies against the work of the Lord. പക്ഷേ അവൻ തളർന്നില്ല. But he was not weak. He അവൻ did not പുറകോട്ട് പോയില്ല. He did not step back. അവൻ പരാജിതനായി തീർന്നില്ല. He did not end up being a failure. അവൻ ജയിച്ചു മുന്നേറുവാനിടയായി തീർന്നു. But he progressed forward as a victor. കാരണം അവന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. Because his dependence was on the ഇന്ന് Lord. പകൽക്കാലം നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ, And if our dependence is on the Lord this നമ്മുടെ morning, പ്രതീക്ഷ ദൈവത്തിലാണെങ്കിൽ, if our hope is on the Lord, നമ്മുടെ വിശ്വാസം ദൈവത്തിലാണെങ്കിൽ, if our faith is on the Lord, ഏതു ശത്രു കടന്നു വന്നാലും whatever enemy നാം അവരെ നോക്കി വിളിച്ചു പറയും, we will declare before them. എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഒരു നാമമുണ്ട്. Let me introduce to you one name. അത് സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ എൻ്റെ ദൈവമാണ്. It's the heavenly Lord that dwells in the kingdom. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. And the heaven and the Lord that dwells in the heavens ഇന്ന് will make our പകൽക്കാലം plans ആർത്തു വരുന്ന ശത്രുവിനെ നോക്കി നമ്മളും പറയുന്ന വാക്കുകൾ ഇതായിരിക്കണം. When an adversary comes before us, this is what we should say as well. എത്ര വലിയ ശത്രു കടന്നു വന്നാലും,
നോക്കിയാലും however strong the adversary is, ഏതെല്ലാം രീതിയിലൂടെ നമ്മളെ ഞെരുക്കുവാൻ നോക്കിയാലും whatever the adversary forms before us, ഏതെല്ലാം രീതിയിലൂടെ നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ നോക്കിയാലും whatever way the adversary forces us to ഏതെല്ലാം be faint, രീതിയിലൂടെ നമ്മളെ തളർത്തുവാൻ നോക്കിയാലും whatever way the adversary acts, അതിനെ നോക്കി വിളിച്ചു പറയണം, we should look at that and declare, എനിക്ക് സാധ്യമല്ല, it is not possible for എന്നെ കൊണ്ട് myself, കഴിയത്തില്ല, it's not possible by myself, I am an empty vessel, എന്നെ കൊണ്ട് കഴിയത്തില്ല, I'm an empty vessel, I cannot പക്ഷേ do things എനിക്കൊരു myself, ദൈവമുണ്ട്, but I have a God before me. എനിക്കൊരു ദൈവമുണ്ട്, There's a God that അവൻ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ ദൈവമാണ്, and he dwells in the heavens. എനിക്കൊരു ദൈവമുണ്ട്, I have a God, അവൻ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനായ and he's a ദൈവമാണ്, God that dwells in the അവൻ heavens. സ്വർഗ്ഗത്തിൽ വസിക്കുമ്പോൾ തന്നെ When he dwells in the heavens, അവൻ ഭൂമിയിൽ അവന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന and he ദൈവമാണ്. works for his servants Hallelujah. on the earth. അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ചരിത്രമുണ്ട്. And we have history and we have evidence of him acting ശദ്രക് in our മേശക് lives. അബേദ്നെഗോവിനെ നമുക്കറിയാം. When we go to the book, when we read about Shadrach, Meshach and അവർ Abednego, ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് they stood for the kingdom of God, രാജാവിന്റെ കൽപ്പന മാറ്റി എഴുതുവാൻ ഇടയായി. and the decree of the king was രാജാവിന്റെ changed. മുഖഭാവം മാറുവാൻ ഇടയായി And the തീർന്നു. countenance of the king was changed. തീയുടെ ചൂട് 7 മടങ്ങ് കൂട്ടുവാൻ ഇടയായി And തീർന്നു. he asked that the flame be made stronger 7 more ആ times. രാജ്യത്തിലെ പ്രധാന നഗരാധിപന്മാരും ദേശാധിപന്മാരും ഗവർണേഴ്സും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു മഹാസദസ്സിൽ അവരുടെ ആരാധ്യ പുരുഷനായ ദൈവത്തെ തള്ളിക്കളയുവാൻ രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ And the ഇടയായി king തീർന്നു. finally issued a decree in front of all the nobles and the governors of that kingdom that they should only serve the Lord, the Almighty God. കാരണം എന്തുവായിരുന്നു? അസൂയയായിരുന്നു. What was the reason for their കൽദയ actions? പുരുഷന്മാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ ദൈവത്തെ അവർ ആരാധിച്ചത്. And the Babylonians did not like the fact that they worshiped the Lord, the true living God. സകല മനുഷ്യരുടെയും മുമ്പിൽ ഇവരോട് ആ ചോദ്യം രാജാവ് ഉത്തരിച്ചപ്പോൾ അവര് കൊടുത്ത ഒരു മറുപടിയുണ്ട്. And when the king asked them in front of everybody else, this is how they replied. രാജാവ് ചോദിച്ചു, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരെന്നാ? And the king asked them, who is the God who is going to deliver you from നിങ്ങളെ my ആരാ hands? വിടുവിക്കാൻ Who പോകുന്നത്? is going to deliver you from നിങ്ങൾ my hands? എണ്ണത്തിൽ ചെറിയ സംഖ്യയാണ്. You're few in number. നിങ്ങൾ 3 പേരേ ഉള്ളൂ. You're only 3 in number. ഒരു രാജ്യം മുഴുവനും ഒരു സൈഡിൽ നിൽക്കുകയാണ്. And a kingdom is against you on the other കത്തി side. എരിയുന്ന ഒരു തീച്ചൂള ഒരു സൈഡിലുണ്ട്. There's a furnace before you that's burning hot. ഒന്നെങ്കിൽ ഞാൻ നിർത്തിയ വിഗ്രഹത്തെ ആരാധിക്കണം, You should either worship the idol that you formed, അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനം ഈ തീച്ചൂളയിലായിരിക്കും. or else your end is going to be in this fiery furnace. ആ രാജാവിന്റെ മുഖഭാവം മാറുവാൻ ഇടയായി. And the countenance of the king was രാജാവ് changed. ചോദിച്ചു, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആരാ? And the king asked, who is going to deliver എനിക്ക് from your മീതെ hand? ഒരാളില്ല, There's no person above ഞാനാണ് ഈ me. രാജ്യത്തിലെ രാജാവ്, And he said, I am the all in all in ഞാനാണ് this kingdom. സുപ്രീം പവർ, I am the supreme power. ഞാനാണ് തീരുമാനം എടുക്കുന്നത്, I take all the decisions. ഞാനാണ് കൽപ്പന പുറപ്പെടുവിക്കുന്നത്, And I cause decrees. എനിക്ക് മീതെ ഒരാളില്ല, There's no more person above എന്റെ me. കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ ആർക്കും കഴിയത്തില്ല. And there's nobody who can deliver you from my hand. ഇത്ര വിഷയങ്ങളുടെ നടുവില് Even in midst of all of അവരുടെ this, മരണം കാണുവാൻ നിൽക്കുന്ന ആളുകളുടെ മുമ്പില് and as there are people waiting for their അവർ death, രാജാവിന് കൊടുത്ത ഒരു മറുപടി ഉണ്ട്. and they replied thus to ആ the king. മറുപടി ഇങ്ങനാണ്, This is how they replied to the രാജാവേ, king. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒറ്റ ഉത്തരമേ പറയാനുള്ളൂ. Dear king, we have only one response to you. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും And our God will deliver us, but even if he does ഞങ്ങൾ not നീ do that, നിർത്തിയ വിഗ്രഹത്തെ we will ആരാധിക്കത്തില്ല. not worship the idol that you ഞങ്ങൾ formed. സേവിക്കുന്ന ദൈവത്തിന് And the God that we serve, ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ he can deliver us, അവൻ ഞങ്ങളെ വിടുവിക്കുവാൻ ഇടയായി തീരും. and he will deliver us. ഞങ്ങൾ സേവിക്കുന്ന ദൈവം And the God that we serve, അവൻ ഞങ്ങളെ വിടുവിപ്പാൻ ഇടയായി തീരും. he will deliver ഇന്ന് us. പകൽക്കാലം This morning, ഏതു വലിയ വിഷയങ്ങളുടെ നടുവിലും whatever the ഉത്തരം problem is, കിട്ടാത്ത വിഷയത്തിന്റെ even നടുവിലും before problems that don't have പ്രതീക്ഷകൾ answers, മങ്ങിയ വിഷയത്തിന്റെ മുമ്പിലും even the hope is diminished, നാളുകളായി കാത്തിരിക്കുന്ന even though വിഷയത്തിന്റെ we've been മുമ്പിലും waiting for many years for നമ്മുടെ the answer, പ്രത്യുത്തരം this ഇതായിരിക്കണം. is our response. It has നമ്മുടെ to be our response. പ്രത്യുത്തരം ഇതായിരിക്കണം. This has to be our response. ഞങ്ങൾ സേവിക്കുന്ന ദൈവം, The God that we serve, ഞാൻ ആരാധിക്കുന്ന ദൈവം, the God that we ഞാൻ worship, സേവിക്കുന്ന ദൈവം, the God that we worship, അവൻ വിടുവിച്ചാലും ഇല്ലെങ്കിലോ even though he does not ഒരു deliver, വിടുതലിന് വേണ്ടിയല്ല. I don't serve the Lord for വിടുതൽ അല്ല deliverance. എനിക്ക് വിഷയം. Deliverance is not the വിടുതലിന് utmost മുകളിൽ importance. നിൽക്കുന്ന വിടുവിക്കുന്ന ദൈവമാണ് എനിക്ക് വിഷയമെന്ന് ഇന്ന് പകൽ അന്തരാത്മാവിൽ തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? How many of you realize that the God who delivers is here in our midst this morning?
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീണ്ട വർഷങ്ങളായി കാത്തിരിക്കുന്ന എന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് ഒരു മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും മറുപടിയേക്കാൾ ഉപലിൽ നിൽക്കുന്ന ആരാധ്യനായ സർവശക്തനായ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എനിക്ക് വിഷയം. Even though we face many problems, we don't have answers before us. The true topic is the God is worthy of worship. ഇന്ന് പകൽക്കാലം ഭൗതിക ബ്ലെസ്സിങ്ങിനെ ഒരിക്കലും നിന്റെ ദൈവവുമായിട്ട് നീ തുലനം ചെയ്യരുത്. ഇന്ന് പകൽക്കാലം നശിച്ചു പോകുന്ന തകർന്നടിയുന്ന നന്മകളെക്കാൾ ഒത്തിരി ഒത്തിരി മുകളിലാണ് ആകാശത്തെയും ഭൂമിയെയും ഒറ്റ വാക്കിനാൽ നിർമ്മിച്ച ദൈവം നിലനിൽക്കുന്നതെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, ദൈവം ഈ വിഷയത്തിന്റെ മേൽ ഒരു നീക്കുപോക്ക് തന്നാലും ഇല്ലെങ്കിലും ദൈവമേ എന്റെ വിശ്വാസ ജീവിതത്തിൽ എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ആണുവിടവിടുവാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അങ്ങക്ക് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീരും. We should be committed this morning, whatever circumstances, even if we don't receive answers to our prayer, we should be committed to the mighty God who is able to save us. ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ അങ്ങനെയുള്ള ചില മറുപടികൾ പുറത്തു വരണം. ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ഹൃദയം തകരുകയല്ല, നമ്മുടെ മുഖം വാടുകയല്ല ചെയ്യേണ്ടത്. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ക്ഷീണിപ്പിച്ചു കളയുന്ന, നമ്മുടെ ശക്തിയെ കെടുത്തി കളയുന്ന വാക്കുകളുടെ മുമ്പിൽ, വിഷയങ്ങളുടെ മുമ്പിൽ ശക്തിയോട് വിളിച്ചു പറയണം, എന്റെ ദൈവം വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ സേവിക്കുവാനിടയാകും. Even though in all circumstances we don't receive answers, we should be committed to declare that the Lord, we will serve the Lord who is able to deliver us. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതെന്തോ അവർക്ക് നഷ്ടമായി തീർന്നില്ല, അത് അവർക്ക് ലാഭമായി തീരുവാൻ It did not end up being a loss for them, it ended up being profitable for them in the end. മൂന്ന് പേരെ ഉള്ളായിരുന്നു. There were only 3 people there. മൂന്ന് പേരെ കൊണ്ട് ദൈവം ഒരു രാജ്യത്തിന്റെ അവസ്ഥ മാറ്റുവാൻ ഇടയായി. With 3 people God changed the circumstances that came. ദൈവാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി കഴിഞ്ഞാൽ when the Spirit of God starts to work, അവനൊരു വിഷയമല്ല. people are not ദൈവത്തിന്റെ ആത്മാവ് കൺട്രോൾ ഏറ്റെടുക്കുവാൻ ഇടയായി തീരും. When the Spirit of God takes ഇന്ന് control, പകൽക്കാലം ചില ഭവനത്തിന്റെ കൺട്രോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് അന്തരാത്മാവിൽ വിശ്വസിക്കുന്നവർ പറ. ഈ ആരാധന കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ പഴയതായിട്ടല്ല ഒരു പുതിയ സൃഷ്ടിയായിട്ട് ചില പുതിയത് എന്റെ ദൈവം എന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ചെയ്യുന്ന പകലാണെന്ന് ഈ പകലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. in the name of Jesus, let's യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാളുകളായി പിശാച് അടച്ചു വെച്ചിരിക്കുന്ന, നാളുകളായി തടയപ്പെട്ട അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ ഇന്ന് പകൽക്കാലം ഭാര്യ ഭർത്താക്കന്മാർ കരങ്ങൾ കോർത്തു പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വിടുതലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയച്ചിരിക്കുകയാണ് എന്ന് പകൽക്കാലം പ്രഖ്യാപിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടുത്ത ഞായറാഴ്ച ഈ ആലയത്തിൽ കടന്നു വരുമ്പോൾ ഒരു അത്ഭുത സാക്ഷ്യമായിട്ട്, ഒരു വിടുതലിന്റെ സാക്ഷ്യമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പറ. ഹന്ന ആലയത്തിൽ പോയി ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ വർഷം അവൾ ആലയത്തിൽ വന്നത് അവൾ എന്തിനു വേണ്ടി കരഞ്ഞു അതിന്റെ മറുപടിയുമായിട്ടാണ് ആലയത്തിൽ വന്നതെങ്കിൽ നാളുകളായി ഹന്നയെ പോലെ ഉള്ളിൽ തേങ്ങുന്ന ചില വിഷയങ്ങളുടെ മറുപടി ഈ വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന വർഷമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നെഹമ്യാവ് വിളിച്ചു പറയുക, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. And Nehemiah is declaring here the heavenly God is going to make our hands successful. സ്വർഗ്ഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. And the God of heavens will make our hands successful. മനുഷ്യൻ സാധിപ്പിക്കാമെന്ന് പറയും, പക്ഷേ പറ്റത്തില്ല. It's not about man bringing anything to fruition. ഒത്തിരി പ്രോമിസുകൾ അവർ ചെയ്യുവാൻ ഇടയായി. Man can make a lot of promises. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. They have limitations. അവർക്ക് പരിധികളുണ്ട്. There are limits that man has. അവർക്ക് പരിമിതികളുണ്ട്. Man has limits. എന്നാൽ എൻ്റെ ദൈവത്തിന് പരിമിതിയില്ല. But our God does not have limits. എൻ്റെ ദൈവത്തിന് പരിധിയില്ല. But our God does not have limits. അവനെ ഒരു മൂലയിൽ ഇരുത്താൻ കഴിയത്തില്ല. Put him in a corner. അവനെ ഒരു കോർണറിൽ ഇരുത്താൻ കഴിയത്തില്ല. Sit him in a corner. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. It's a God who is all powerful. Glory to God. Hallelujah. ഇന്ന് പകൽക്കാലം അവൻ ഇവിടെ വ്യാപരിക്കുമ്പോൾ തന്നെ, അവൻ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ തന്നെ
ലോക രാജ്യങ്ങളുടെ വിവിധ കോണുകളിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. ഈ ദൈവത്തെ സേവിക്കാൻ, ഈ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യം എത്ര വലുതാണ് പ്രിയമുള്ളവരെ. How great a privilege that we have serving our God this morning. ഹല്ലേലൂയ. Hallelujah. ഇന്ന് പകൽക്കാലം ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി Let's lift ആ up our ദൈവത്തെ hands again സേവിക്കാൻ and praise the കഴിഞ്ഞതിൽ Lord. സന്തോഷമുള്ളവർ ദൈവത്തെ Hallelujah. സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Hallelujah. Praise the യേശുവിൻ Lord. അധികാരമുള്ള Hallelujah. നാമത്തിൽ Praise the Lord. നെഹമ്യാവ് ഒരു And പാനപാത്രവാഹകനായിരുന്നു. Nehemiah was a cupbearer, we read. നല്ല ഒന്നാം തരം ഒരു ജോലി. And he had a great job. രാജാവിന്റെ ഭാര്യ കഴിഞ്ഞാൽ എത്രയും അധികം രാജാവ് വിശ്വസിക്കുന്ന, ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു And he നെഹമ്യാവ്. had a job that the king confided in him. He was a man of great responsibility. നല്ല ഒന്നാം തരം ഒരു സാലറി അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. And he had a great salary, we could assume. പദവി കൊണ്ടും മാനം കൊണ്ടും ഒക്കെ നല്ല അഗ്രഗണ്യനായിരുന്നു. And he was a man who had a great പക്ഷേ position. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രാർത്ഥനാ But at മനുഷ്യനായിരുന്നു. the same time, he was a man of prayer. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രാർത്ഥനാ At the മനുഷ്യനായിരുന്നു. same time, he was a man of ഒരു prayer. ദൈവപുരുഷനായിരുന്നു. He was a man of God. ദൈവത്തിന് പ്രയോറിറ്റി He was a കൊടുക്കുന്നവനായിരുന്നു. man who prioritized the affairs of ദൈവത്തെ God. He സ്തുതിക്കുന്നവനായിരുന്നു. was a man who praised the Lord. ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. A man who worshipped the Lord. ദൈവമക്കളെ He was a സ്നേഹിക്കുന്നവനായിരുന്നു. man who loved the people of ദൈവമക്കളെ God. കരുതുന്നവനായിരുന്നു. He was a man who took care of the ദൈവിക affairs of the people of God. ഗുണവിശേഷങ്ങൾ അവനിൽ ഉണ്ടായിരുന്നു. And he had a lot of attributes that were ആ of God. രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പദവിയിലാണ് ദൈവം അവനെ ആക്കി വെച്ചത്. And he was planted in a great അങ്ങനെ position. ഇരിക്കുമ്പോൾ ഒരു ദിവസം ശൂഷൻ രാജധാനിയിൽ അവനെ കാണുവാൻ അൺഎക്സ്പെക്ടഡ്ലി ഓർ എക്സ്പെക്ടഡ്ലി ചിലർ കടന്നു വരുവാൻ ഇടയായി And തീർന്നു. some people unexpectedly or expectedly came to visit him in the palace of Shushan. അവരോട് നെഹമ്യാവ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. And there's some questions that they asked ഒന്നാം him. അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. And we read that in verse 16, chapter 16. Chapter 1 verse 2. Chapter 1 verse 2. അവിടെ ഇങ്ങനെയാണ്, യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാര് വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിക്കുവാനിടയായി തീർന്നു. And he asked them about the remnants of the people of Judah and the kingdom of Israel. അവര് വന്നപ്പോൾ വീട്ടുവിശേഷങ്ങളല്ല തിരക്കിയത്. When he came, he was not just asking them കുഞ്ഞുങ്ങളുടെ about, പഠനത്തെ പറ്റിയല്ല he was തിരക്കിയത്. not asking about their familiar affairs. ജോലിയിലുള്ള കഷ്ടപ്പാടുകളെ പറ്റിയല്ല He was not തിരക്കിയത്. asking about their difficulties in their jobs. അന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയെ പറ്റിയല്ല He തിരക്കിയത്. was not discussing politics of that day with them. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങളെ He പറ്റിയല്ല was not talking തിരക്കിയത്. about climate change. പലപ്പോഴും നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ സംസാര വിഷയം എന്തായിരിക്കും? When we come together, what are the topics പക്ഷേ of ഒരു യഹൂദനെ conversation? സംബന്ധിച്ചിടത്തോളം But for a Jew, what was the അവന് topic of ദൈവം conversation? ഒരു പ്രധാന വിഷയമാണ്. And God was യാഹ്വേ ഒരു പ്രധാന വിഷയമാണ്. Yahweh was of great importance to ന്യായപ്രമാണം him. ഒരു പ്രധാന വിഷയമാണ്. And the law was of അവരുടെ great importance ആലയം to ഒരു him. പ്രധാന വിഷയമാണ്. The altar was അവരുടെ of great ആലയം importance. സ്ഥിതി ചെയ്യുന്ന പട്ടണം ഒരു വിഷയമാണ്. And their city where അവരുടെ കൂടപ്പിറപ്പുകൾ അവർക്ക് വലിയ വിഷയമാണ്. and their relatives were of great importance. ഇതിനെപ്പറ്റി അവർ സംസാരിക്കുവാനിടയായി. And they used to talk about these things. പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെ പറ്റിയും യെരുശലേമിനെ പറ്റിയും സംസാരിപ്പാനിടയായി. And they were discussing about the remnant that escaped the ഇന്ന് captivity. പകൽക്കാലം നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനാണ് എങ്കിൽ, If we are a man of prayer this നമ്മൾ morning, മറ്റുള്ളവരെ കരുതുന്നവരാണ് എങ്കിൽ, and if your people take care of other people, നമ്മൾ അവരെ പറ്റി അന്വേഷിക്കുവാനിടയായി and തീരും. we will inquire about the affairs of those people, നമ്മൾ അവരെ പറ്റി അന്വേഷിക്കുവാനിടയായി തീരും. we'll inquire about their affairs. നെഹമ്യാവ് ഒരു അന്വേഷണം നടത്തുകയാണ്. And Nehemiah is inquiring അതിന് here. അവർക്ക് കിട്ടിയ മറുപടി എന്തായിരുന്നു? And what was the response he received? അവർ പറയുക, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാ കഷ്ടത്തിലും And they അപമാനത്തിലുമായിരിക്കുന്നു. respond that the remnant that are left are in great captivity and affliction. നല്ലൊരു റിപ്പോർട്ട് അല്ല കിട്ടിയത്. He didn't receive a great report. അവരവിടെ വലിയ കഷ്ടത്തിലാ, They're in great affliction അപമാനത്തിലാ. and the great reproach. എന്നിട്ട് പറയുക, യെരുശലേമിന്റെ മതില് ഇടിഞ്ഞിരിക്കുന്നു, And they say that the walls of Jerusalem are broken. അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടിരിക്കുകയാ. The gates thereof are burned with ആകെ fire. ഒരു പരിതാപകരമായ It's a അവസ്ഥയാണ്. deplorable situation. അവര് And അപമാനത്തിലിരിക്കുകയാണ്, they're in great reproach. മഹാ കഷ്ടത്തിലിരിക്കുകയാണ്, Great affliction. മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, And the walls are broken. വാതിലുകൾ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുകയാണ്. And the gates are burned with fire. തകർന്ന് തരിപ്പണമായ ഒരു പട്ടണം. And they're completely destroyed. ഏതു സമയത്തും കൊള്ളക്കാർക്കും ആഭാസന്മാർക്കും അതിനകത്തേക്ക് പ്രവേശിച്ചു കൊള്ള പങ്കിടാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ അവർ And ആകിയിരിക്കുകയാണ്. they're not secure. Anytime looters and pillagers will come and enter ഒരു that place. പട്ടണത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ മതിലാണ്. And walls provide protection for ഒരു a city. പട്ടണത്തിന്റെ
പ്രൊട്ടക്ഷൻ അതിന്റെ ഗേറ്റ് ആണ്. And a gate provides protection for a ഗേറ്റും city. മതിലും തകർന്നാൽ ആർക്കും ഏതു നിമിഷവും അതിനകത്ത് പ്രവേശിക്കുവാൻ When കഴിയും. walls and gates are broken down, anybody can enter a city. അപ്പോൾ എന്താണ് നെഹമ്യാവിന്റെ റെസ്പോൺസ്? And what is Nehemiah's response there? ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നെഹമ്യാവ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു. And as I read, I realized that Nehemiah was a great തന്റെ communicator. കടുക്കൽ വന്നവരോട് അവൻ സംസാരിക്കുവാനിടയായി. And as he talked to the people who came തുറന്ന് to him, സംസാരിപ്പാനിടയായി. and he openly discussed with അവൻ them. സംസാരിച്ചപ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാകുവാനിടയായി. And he realized their state as he was talking to അവരുടെ them. അവസ്ഥ മനസ്സിലായപ്പോൾ As he realized their state, നെഹമ്യാവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, Nehemiah could have said, ഞാൻ ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിനോട് ചേർന്ന് നിൽക്കുന്നയാളാണ്. and I'm standing with the king in the kingdom. ഞാൻ രാജാവിനോട് നിങ്ങളുടെ കാര്യം ഒന്ന് സംസാരിക്കാം. I'll talk about your state to the എന്നെ കൊണ്ട് kingdom, to the കഴിയാവുന്ന king. രീതിയിൽ എന്തെങ്കിലും ചെയ്യാമോ എന്ന് നോക്കട്ടെ. And whatever is possible by my hand, I'll try to do ആ it. രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നല്ല നെഹമ്യാവ് And പറഞ്ഞത്. Nehemiah didn't say that I'll merely influence the king. രാജാവിനെ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യിപ്പിക്കാമെന്നല്ല പറഞ്ഞത്. He didn't say that I'll influence the king to do something for പക്ഷേ you. എന്താ നെഹമ്യാവ് പറഞ്ഞതെന്നറിയാമോ? What did Nehemiah do? അവരെ താൽക്കാലത്തേക്കിന് ഒരാശ്വാസം പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയല്ല He did ചെയ്തത്. not give them a temporary consolation and send them away. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ I വിശ്വസിക്കുകയാണ്. hope that you are following with me. താൽക്കാലികമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞയക്കുകയല്ല ചെയ്തത്. He did not send them away as I'll temporarily pray for you. with temporary താൽക്കാലികമായിട്ട് consolation. അവരെ ആശ്വസിപ്പിച്ച് വിടുകയല്ല ചെയ്തത്. He did not send them with a temporary consolation. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ ഇരുന്ന് കരയുവാനിടയായി തീർന്നു. And it says that it came to Glory pass to when he God. heard these words, he ഇന്ന് sat down and പകൽക്കാലം wept. ദൈവത്തിനാവശ്യം ഇരുന്നു കരയുവാൻ തയ്യാറായ ഒരു കുടുംബത്തെയാണ്, ഒരു വ്യക്തിയാണ് എന്റെ ദൈവത്തിന് ഈ കാലഘട്ടത്തിലും ആവശ്യമെന്ന് നാം തിരിച്ചറിയേണ്ടത് And ആവശ്യമാണ്. what God needs at this Glory to time is a God. family who can sit down and weep in the presence of the Lord. നമ്മൾ എത്രയോ ആളുകളെ ഓരോ ദിവസവും കാണുന്നു, സംസാരിക്കുന്നു, കേൾക്കുന്നു. How many people do we meet and hear about each day? നമ്മുടെ ജോലി സ്ഥലത്ത്, In our workplace, നമ്മുടെ നെയ്ബർഹുഡില്, in our neighborhood, നമ്മുടെ ആലയത്തില്, in our worship നമ്മൾ place, യാത്ര ചെയ്യുന്ന as ഇടങ്ങളിലെല്ലാം we travel. നമ്മൾ എത്രയോ ആളുകളോട് How സംസാരിക്കുന്നു. many people do we interact with each നമുക്കറിയാം, day? ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് പണ്ടുള്ളത് പോലല്ല. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ചെറിയ സാധനം നമ്മളെ പലപ്പോഴും പലതിലും പരിമിതപ്പെടുത്തുകയാണ്. And we know that our phones tend to limit us in many ആർക്കും circumstances. പരസ്പരം സംസാരിക്കുവാൻ കഴിയുന്നില്ല, People cannot interact with each പരസ്പരം other. ഷെയർ ചെയ്യുവാൻ They കഴിയുന്നില്ല. cannot interact openly with other ഭവനത്തിലുള്ളവർ people. പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് And മുഖേനയാണ്. sometimes people and families talk with their ഒരു phones. കാലത്ത് അവർ കഴിക്കുന്ന മേശയ്ക്ക് ചുറ്റും ഒന്നിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആശയവിനിമയം ചെയ്ത് കഴിച്ച് ഭക്ഷിച്ച ഒരു കാലഘട്ടം Many ഉണ്ടായിരുന്നു. times when they're having their meals, they used to pray അവരുടെ and ഹൃദയം commune together. തുറക്കുവാനിടയായി They തീരും. used to open their hearts. അവരുടെ വിഷയങ്ങൾ തുറക്കുവാനിടയായി They used തീരും. to open their hearts to പരസ്പരം each other. ഷെയർ ചെയ്യുവാനിടയായി തീരും. And they would share their hearts with എന്നാൽ each ഇന്ന് other. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Today that's diminishing. അത് അന്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. It's being diminished today. അതിൻ്റെതാകുന്ന പ്രശ്നങ്ങൾ And വന്നുകൊണ്ടിരിക്കുകയാണ്. the problems that we see today because of എന്നാൽ that. ഇവിടെ നമ്മൾ കാണുന്നു, But here we see നെഹമ്യാവ് തുറന്നു സംസാരിപ്പാനിടയായി, Nehemiah is openly തുറന്നു discoursing with them. സംസാരിപ്പാനിടയായി. Nehemiah is openly എന്നിട്ട് discoursing അവരിൽ with നിന്ന് them. കേട്ട വിഷയങ്ങളുമായിട്ട് And as the topics that he അവൻ heard from ദൈവത്തിന്റെ them, സന്നിധിയിലേക്ക് പോകുവാനിടയായി. goes into the presence of the Lord. രാജാവിന്റെ സന്നിധിയിലേക്കല്ല പോയത്, He didn't go to the presence of the king. രാജകൊട്ടാരത്തിലേക്കല്ല He പോയത്. didn't go to the palace with those അതിനു topics. മുമ്പ് ആ രാജാതി രാജാവും ദൈവാതി ദൈവവുമായ സർവശക്തന്റെ പാദപീഠത്തിൽ ചെന്ന് ഈ വിഷയങ്ങളെ വെച്ച് താൻ കരയുവാനിടയായി And തീർന്നു. he placed those topics, to those God. needs in the presence of the King of Kings and ഇന്ന് wept for പകലിൽ it. നമ്മുടെ അടുക്കലേക്ക് കടന്നു When വരുന്നവരുടെ people come വിഷയങ്ങൾ before us and present needs, നാം കേൾക്കുമ്പോൾ just when we hear it, അവരെ താൽക്കാലികം ആശ്വസിപ്പിച്ച് we should not just temporarily അവരെ console them, ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയല്ല. not send them away with temporary ജോലി consolation. സ്ഥലത്ത് നാം കേൾക്കുന്ന ചില വിഷയങ്ങൾ When we hear people's ഇന്ന് problems, പകൽക്കാലം ദൈവാത്മാവ് നമ്മളെ കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിയേണ്ടത് and we ആവശ്യമാണ്. should realize that the Lord is enabling us to hear those needs. അവരെ എന്തുകൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് ഗൈഡ് ചെയ്യപ്പെട്ടത്? Why are they being sent to us? അവരെ എന്തുകൊണ്ടാണ് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്? Why is the Lord leading them to us? നമ്മുടെ കയ്യിൽ പരിഹാരമുണ്ടെന്ന് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം അവരെ നമ്മളുമായി കണക്ട് ചെയ്യുന്നുള്ള കാര്യം ദൈവാത്മാവിൽ തിരിച്ചറിയേണ്ടത് We should ആവശ്യമാണ്. realize in the Glory to Spirit God. of God today that we have a resolution
in our hands, and that's why നമ്മുടെ God is മേൽ sending them പകർന്ന to us. അധികാരം ഉപയോഗിച്ച് ദൈവസന്നിധിയിൽ ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, ആ തലമുറയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് കരയുവാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം നെഹമ്യാവേ മറ്റൊരാളല്ല അതിനെ പണിയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതിനെ പണിയുവാൻ ദൈവത്തിന്റെ കരം നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇടയായോ? And we should accept godly authority and take those things into the presence of the Lord. The Lord will work through us to build up യേശുവിന്റെ those things. അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ നിനക്ക് പണിയണമെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു പണി ഇന്ന് പകൽക്കാലം നടക്കുമ്പോൾ അനേക കുടുംബങ്ങളെ പണിയുന്ന ഒരു ഉപകരണമാക്കി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ കരത്തിൽ നിന്നെ എടുക്കുവാനിടയാകോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ് കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ഒന്നിരിക്കുവാൻ കരയുവാൻ എത്ര പേര് തയ്യാറാണ്? പലർക്കും സമയമില്ലാത്ത നമ്മളെ ബിസിയാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ കാലഘട്ടത്തിന്റെ ആവശ്യമറിഞ്ഞ്, കുടുംബങ്ങളുടെ ആവശ്യമറിഞ്ഞ്, വ്യക്തികളുടെ ആവശ്യമറിഞ്ഞ്, സഭയുടെ ആവശ്യമറിഞ്ഞ്, ശുശ്രൂഷകന്മാരുടെ ആവശ്യമറിഞ്ഞ് ഇരിക്കുവാനും കരയുവാനും ഒരു തലമുറ എഴുന്നേൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ദൈവം ചില പണി പട്ടണത്തിൽ ചെയ്യിപ്പിക്കുവാൻ ദൈവം ഇന്ന് വിശ്വസ്തനാണ്. Amen. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരയുന്നവനെ കൊണ്ടാണ് ദൈവം പണി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. And God is going to use people who cry in His presence for building the kingdom. കുറെ നാൾ അവൻ ഇരുന്ന് കരയുവാനിടയായി. And he wept for many days. കരയുന്നവനാണ് നല്ല സൊല്യൂഷൻ മേക്കർ. And a person who weeps is a person is a good solution maker. ഒത്തിരി ക്വാളിറ്റികൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. Had a lot of good qualities. ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. I'm not going to go deeper into that. ഇവിടെ അദ്ദേഹം കരഞ്ഞ് കുറെ നാൾ ദുഃഖിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടേണ്ടതൊക്കെ ഒന്നാമത്തെ അധ്യായത്തിൽ ക്രമീകരിക്കപ്പെട്ടു. എപ്പോഴാണെന്നറിയാമോ? വെറുതെ ഇരുന്നപ്പോഴല്ല, ജോലി ഇല്ലായിരുന്നപ്പോഴല്ല, കൊട്ടാരത്തിൽ പിടിപ്പത് ജോലി കിടക്കുമ്പോഴോ അവൻ പ്രാർത്ഥന മറന്നില്ല, അവൻ ഉപവാസം മറന്നില്ല, അവൻ ആരാധന മറന്നില്ല, കരയുന്നത് മറന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമുക്ക് നെഹമ്യാവിന്റെ ഒരു ചെറിയ കണമുള്ള ഒരു ജോലിയുള്ളപ്പോഴും നമ്മൾ പലപ്പോഴും പറയും സമയമില്ല, ശാരീരികമായി ക്ഷീണം അനുഭവിച്ച് പ്രാർത്ഥന റൂമിലേക്ക് കടത്തിവിടാൻ കഴിയാതെ വ്യാപരിക്കുന്ന ഇരുളിന്റെ വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. നിന്നെ ആ ബിസി ലൈഫിലേക്ക് വല്ലവിധനെയും വലിച്ചിരച്ച് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നിന്റെ ഡയറക്ഷനെ മാറ്റിക്കളയുന്ന അന്ധകാര ശക്തികളെ ശാസിച്ച് അതിന്റെ മേൽ ജയമെടുത്ത് കാലഘട്ടത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ്, സമൂഹത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ദൈവം നിങ്ങളിലൂടെ ചില പണികളെ ചെയ്യിപ്പിക്കുവാനിടയായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 1-ാം അധ്യായത്തിന്റെ സമാപന ഭാഗത്ത് അവൻ പറയുന്ന ഒരു പദമുണ്ട്, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. And he says it towards the end that I'm going to let me see mercy from the king today. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നാം കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ നെഹമ്യാവ് വെറുതെ പറയുകയല്ലായിരുന്നു, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. Nehemiah is just not talking casually that the Lord is going to make our hands successful. വെറുതെ പറയവല്ലായിരുന്നു. He's not just saying it casually. നെഹമ്യാവ് 1-ാം അധ്യായത്തിൽ അനുഭവിച്ചത് 2-ാം അധ്യായത്തിൽ താൻ മറ്റുള്ളവരോട് പറയുവാനിടയായി. Nehemiah experienced what in chapter 1, and that's why he's testifying. 1-ാം അധ്യായത്തിൽ പാപങ്ങളെയും കുറവുകളെയും ഏറ്റുപറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് അവസാനം ദൈവത്തോട് പറയുന്നുണ്ട്, ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ഇന്ന് അടിയന് കാര്യം സാധിപ്പിക്കണം. And he accepts and he offers his sins to the Lord, and he beseeches the Lord and says, അത് 2-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നടക്കുവാനിടയായി തീർന്നു. and it happens in the beginning of chapter 2. അത് നടന്ന് അനുഭവിച്ചതിന്റെ വെളിച്ചത്തിലാണ് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അവനെ നേരെ കടന്നു വന്ന ശത്രുവിനോട് പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ആ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരുവാനിടയായി തീരുമെന്ന്. In chapter 2 that we have a God in heaven
and that God will ഇന്ന് strengthen our പകൽക്കാലം hands. ചില അനുഭവങ്ങൾ ദൈവം തന്നത്, God is going to give you some ചില experiences today. അനുഭവങ്ങൾ ദൈവം തന്നത്, The reason God gave കഴിഞ്ഞ experiences നാളുകളിൽ ദൈവത്തിന്റെ മഹത്വം ചില വിഷയങ്ങളിൽ വെളിപ്പെടുത്തിയത് because God revealed His glory to you in the എന്തിനെന്നറിയാമോ? past. Why did He reveal His നീ glory to you in the എഴുന്നേൽക്കാൻ past? വേണ്ടിയാണ്, It's for you to rise up. ശത്രുവിന്റെ മുമ്പാകെ നിന്ന് പറയുവാൻ വേണ്ടിയാണ്. It's for you to rise up. and എനിക്കൊരു declare to the ദൈവത്തെ enemy, അറിയാം, I know a God. അവൻ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനാണ്, He dwells in the അവൻ heavens. കഴിഞ്ഞ നാളുകളിൽ എന്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വേണ്ടി അത്ഭുതം And He has പ്രവർത്തിച്ചവനാണ്. heard my prayer in the past. Oh and Jesus, done ഇന്ന് പകൽക്കാലം miracles. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നീ വിളിക്കാതെ ചിലർ ഇതിനകത്ത് കടന്നു വരുവാൻ ഇടയാകും. And as you declare that testimony, many people come here into the midst. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നിലൂടെ ചിലർ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ പുറത്തു കളഞ്ഞിട്ട് അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് ചില കുടുംബങ്ങളെ, വ്യക്തികളെ പ്രൊക്ലൈം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നീ അവരെ പണിയുവാൻ ഇടയായി തീരും. Oh Lord, hallelujah. യേശുവിന് അധികാരമുള്ള നാമത്തിൽ നെഹമ്യാവിനെ പോലെ ഒരു ഉന്നത പ്രൊഫഷണൽ നിൽക്കുമ്പോഴോ, ഉന്നത അധികാരിയായി നിൽക്കുമ്പോഴോ ദൈവ രാജ്യത്തിനെ പറ്റിയുള്ള എരിവ് അവനെ തിന്നുകളയുകയായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്ത്, ദൈവമാക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കിയെടുക്കുവാനുള്ള ഒരു തെളിവ്, ഒരു എരിവ് അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എവിടെ സമയം കിട്ടുമോ, എവിടെ സന്ദർഭം കിട്ടുമോ നിന്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാൻ തയ്യാറായാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയാകും. And if we share our testimony Glory before to other God. people, the Lord will act through our words. ഇന്നലെ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഫ്ലൈറ്റിൽ വെച്ചുണ്ടായ ഒരു കാര്യം നമ്മളോട് പറയുവാൻ ഇടയായി. The man of God testified to us something that happened on his flight back നമുക്ക് here. കിട്ടുന്ന ഒരവസരവും And any നഷ്ടപ്പെടുത്തരുത്. opportunity that we receive. വിശ്വപ്രസിദ്ധനായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പോൾ യോങ്കിച്ചോ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത് ഒരു കൊച്ചു കുഞ്ഞു The മുഖേനയാണ്. well-known preacher Yonggi Cho came to the Lord from the ആ preaching of a ബാലികയെ young ആർക്കും boy. അറിയത്തില്ല. And nobody knows that. നൂറുകണക്കിന് young സാക്ഷ്യങ്ങൾ gal. എനിക്ക് പകലിൽ നിരത്തുവാൻ കഴിയും. And there are many testimonies we can speak of പക്ഷേ today. ഇന്ന് പകൽക്കാലം നെഹമ്യാവിനെ പോലെ ഒരാൾ കരയുവാൻ തയ്യാറായാൽ And because a person like Nehemiah decided to cry, അവരുടെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ and ഇടയാകും. his descendants were raised for that, അവരുടെ for that work. തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ His ഇടയാകും. descendants were raised for ഈ that work. രാജ്യത്തിലെ ഉണർവിലേക്ക് കൊണ്ടുവന്ന ജോനാഥൻ എഡ്വേർഡിന്റെ പിന്നിൽ കരയുന്ന ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. History teaches us there were a crying mother. എവിടെയെല്ലാം behind വിടുതൽ God's നടന്നിട്ടുണ്ടോ works. അവിടെയെല്ലാം കരയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. And before every deliverance there was ഹന്ന a crying കരയുവാനിടയായി mother. ഒരു ഉണർവിനു വേണ്ടി ഒരു ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. And Samuel was raised for a revival. ഒരു because ശമൂവേൽ of prayer. പുറത്തു വരണമെങ്കിൽ ഹന്നയുടെ ഹൃദയം തകരേണ്ടത് ആവശ്യമാണ്. For Samuel to come out. ഒരു Hannah- ശമൂവേൽ പുറത്തു വരണമെങ്കിൽ പ്രതിയോഗി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. For Samuel to come forward, the adversary needs to rise. പ്രതിയോഗിയെ കണ്ട് നിന്റെ പ്രാർത്ഥന നിർത്തരുത്. You should not see the adversary. പ്രതിയോഗിയെ and cease your കണ്ട് prayer. നിന്റെ ആരാധന നിർത്തരുത്. You should not cease your worship because of the പ്രതിയോഗി adversary. എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണോ, എന്റെ ദൈവം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ When ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. the adversary arises, you should know that the God of the ആ heaven is തലമുറയിലെ rising up. ഒരു വിശ്വസ്ത പ്രവാചകനായിട്ട് അവിടെ കുടുംബത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ ഒരു കാര്യം ഓർത്തോ, ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ കഴിവുള്ള ഒരു ചരിത്ര പുരുഷനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഉയർത്തുന്നത്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. And we raise here a God of miracles. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. And the God of heaven will make our hands successful. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. And the hand of God will make our hands successful. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. And the hand of God will work for us. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുവാൻ തയ്യാറായാൽ And if we do the things that we need to do, അവൻ ചെയ്യുവാൻ ഇടയായി തീരും. and he will do the things that he needs to ആർക്കും do. തടുക്കുവാൻ കഴിയത്തില്ല. Nobody can stop him. ദൈവം പ്രവർത്തിച്ചാൽ When God starts to work, ആർക്കും തടുക്കുവാൻ nobody കഴിയത്തില്ല. can prevent it. ചിലപ്പോൾ ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള And when കാര്യമായിരിക്കും. God tells us, he might tell us to do simple things. നമുക്കറിയാം എരിഹോ മതിൽ ഇടിയുന്നതിന്റെ പിന്നിലൊക്കെ എന്തായിരുന്നു കാര്യങ്ങൾ. And we know that the background before the walls of Jericho അവിടെ fell. പറയും, ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നെന്നാ പറഞ്ഞത്. And he said that I've given you the warriors and the king of Jericho നിന്റെ into your കയ്യിൽ hands. ഏൽപ്പിച്ചിരിക്കുകയാ. I've delivered them into your hands. നിന്റെ
കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. Already delivered them into your കയ്യിൽ hands. ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന കാര്യം നടക്കുമോ? And if it's delivered in your hands, you cannot എന്നിട്ട് പറയാ നീ empty ദിവസം silent. ഒരു ദിവസം അതിന് ചുറ്റും നടക്കണം. And he says one day you need to, each day you need അയ്യോ, to എന്ത് walk ചെറിയ around കാര്യമല്ലയോ? it. It's just a simple thing. It's you might a say. foolish thing. It might look like a foolish thing. ഇത്രയും വലിയൊരു മതിലിന് ചുറ്റും ഞങ്ങൾ നടന്ന എന്താ സംഭവിക്കാൻ പോകുന്നത്? And what is going to happen if we just walk around? ആ ചിന്ത ആരാ കൊണ്ടുവരുന്നറിയാമോ? Who brings that thought into your പിശാച് heart? നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചില അവിശ്വാസത്തിന്റെ വിത്തുകളാണ്. And it's ദൈവം a thought പറയാ of നീ unbelief. നടന്നാൽ ഈ മതിൽ ദൈവം ഇടിക്കുവാൻ ഇടയാകും. And as you surround this wall, നിന്റെ walk around കയ്യിൽ this wall. ഏൽപ്പിച്ചിരിക്കുവാന്നാ The പറഞ്ഞത്. Lord has delivered them into your ഇന്ന് hands. പകൽക്കാലം സ്വർഗം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ, And when God has delivered സ്വർഗം something in നിന്റെ your hands, കയ്യിൽ തന്നതിനെ when God has given something in your hands, നീയായിട്ട് തട്ടിക്കളയരുത്. you should not deflect it from your hands. നീയായിട്ട് അതിനെ തട്ടിക്കളയരുത്. You should not deflect it from your ഇന്ന് hands. പകലിൽ സ്വർഗം തന്നതിനെ അത് മേടിച്ചെടുക്കാൻ നിന്റെ ചെറിയ സ്റ്റെപ്പുകൾ അനിവാര്യമാണെന്നുള്ള കാര്യം മറക്കരുത്. Your minor steps Glory are to needed God. for you to realize യേശുവിന് the blessing അധികാരമുള്ള God has നാമത്തിൽ delivered into your അവൻ hands. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് God ചെയ്തത്. has delivered something into കുഞ്ഞെ your നിന്റെ hands. കയ്യിൽ ദൈവം ചിലത് God ഏൽപ്പിച്ചിരിക്കുകയാണ്. has delivered something into കുടുംബമേ your നിന്റെ hands. കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിച്ചിരിക്കുകയാണ്. God has given something into your സഭയെ നിന്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിച്ചിരിക്കുകയാണ്. God has given something into your hand. ദൈവം പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ അവിശ്വാസം കൂടാതെ ചെയ്യുവാൻ തയ്യാറായാൽ നിങ്ങൾ ശത്രുവിനെ കീഴടക്കും, മതിലുകൾ ഇടിയുവാനിടയായി തീരും. And when you walk faithfully with the Lord and take those minor steps, God is going to വാഗ്ദത്ത deliver നാട് those ഒറ്റ in your hands. നോക്കുവാനായി മോശ 12 പേരെ അയക്കുവാനിടയായി തീർന്നു. When Moses sent 12 people to spy the land, അവിടെയും promised land, പറയുന്നത് ദൈവം കൊടുക്കുവാനിരിക്കുന്നത്, and there's also said the land that ദൈവം God was going to give കൊടുത്തത് them. ദൈവം കൊടുക്കുവാനിരിക്കുന്നത് God gave them that land. എങ്ങനെയുള്ളതെന്ന് അറിയുവാൻ വേണ്ടിയാ ഇവരെ അയച്ചത്. They went to see, spy how blessed it was. പക്ഷെ ഇവര് പോയിട്ട് വന്ന് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. But when they go and see it and come അവരെന്താ back, പറയുന്നറിയാമോ? this is what they say. 10 പേര് അവിടെ ദുർവർത്തമാനം പറയുവാനിടയായി And 10 തീർന്നു. people gave a bad report. അവര് പറഞ്ഞു ഞങ്ങൾ പോയി എല്ലാം കണ്ടു, And they said that we saw ദൈവം everything. പറഞ്ഞതുപോലെ എല്ലാം അവിടെ ഉണ്ട്. There's everything that the പക്ഷെ Lord ദൈവം has said. പറയാത്ത ചിലരെ അവിടെ ഞങ്ങൾ We saw കാണുവാനിടയായി. some things that the God ദൈവം wants us to പറയാത്തത് lose. നീ കാണാൻ പോകണ്ട. We should not see. ദൈവം പറയാത്തത് നീ അറിയുവാൻ ആഗ്രഹിക്കണ്ട. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞത്, ദൈവം അറിയിച്ചത് മാത്രം അറിഞ്ഞ് അതിനെ മുറുകെ പിടിച്ചാൽ, നീ അതിന്റെ മേൽ ജയമെടുത്താൽ, നീ അത് അത്ഭുതങ്ങളെ കാണുവാനിടയായി തീരും. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം കൈമാറിയതിലെ ആലോചനയെ, ദൈവം തന്നതിലെ വാഗ്ദത്തങ്ങളെ നീ മുറുകെ പിടിച്ച് അതിനെ ക്ലെയിം ചെയ്താൽ മതി. മനുഷ്യൻ പറഞ്ഞു പരത്തുന്നതിനെ അല്ല. ഇന്ന് പകൽക്കാലം ദുർവർത്തമാനങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നല്ല വർത്തമാനം പറഞ്ഞ ഒരു നല്ല നാഥനെ, അവന്റെ മുഖം നീ നോക്കിയാട്ടെ. Let's turn our eyes and see the Lord. The Lord has promised us His blessing. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അവൻ നല്ലതേ പറയുകയുള്ളൂ, അവൻ നല്ല വർത്തമാനമേ പറയുകയുള്ളൂ. എന്റെ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കൊടുപ്പാനിരിക്കുന്നത്. And the Lord said, this is the land that I'm about to give പക്ഷെ you. 10 പേര് വന്ന് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത്? When 10 people came, what did they say though? യോശുവയും കാലേബും അവരുടെ മുമ്പിൽ അവരെ അടക്കി. But Joshua and Caleb in the midst of that told them to be silent. നമ്മൾക്കത് പിടിച്ചടക്കാൻ കഴിയും. And they said that we will be able to നമ്മൾ conquer that land. ജയിക്കുവാനിടയായി തീരും. Be able to be victorious over that നെഹമ്യാവും land. അതാ ഇവിടെ പറയുന്നത്. This is what Nehemiah says as well. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം The സാധിപ്പിക്കും. God of heaven, He will prosper അതുകൊണ്ട് us. അവന്റെ ദാസന്മാരായ ഞങ്ങൾ, And therefore we His അതുകൊണ്ട് servants. അവന്റെ ദാസന്മാരായ ഞങ്ങൾ, Therefore we His servants. ഞങ്ങൾ എഴുന്നേൽക്കും, We will rise. ഞങ്ങൾ എഴുന്നേൽക്കും, We will rise. ഞങ്ങൾ പണിയും. We will build. ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുന്ന, When something's broken, അപമാനത്തിലിരിക്കുന്ന, if it's a reproach, കഷ്ടത്തിലിരിക്കുന്ന, if it's മതിലുകളെ ഇടിച്ചു കളഞ്ഞ, ഗേറ്റുകളെ ഇടിച്ചു കളഞ്ഞതിനെ Gates are broken. ഞങ്ങൾ പണിയുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയുവാൻ എത്ര പേർ തയ്യാറാണ്? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില നെഹമ്യാവുമാരെ, ചില ഹന്നമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരിലൂടെ ഒരു വലിയ പണിയെ എന്റെ ദൈവം ഈ പട്ടണത്തിൽ ചെയ്യുവാൻ അവൻ മതിയായവനാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം നിന്നിലൂടെ ഒരു പണി ഈ ദേശത്ത് നടക്കണമെങ്കിൽ കരയുവാൻ തയ്യാറായാൽ നെഹമ്യാവേ, ഒരു മതില് പോലും പണിതിട്ടില്ലാത്ത, ഒരു വീടിന്റെ ചുറ്റുമതില് പോലും പണിതിട്ടില്ലാത്ത നിന്നെ കൊണ്ട് ഒരു പട്ടണത്തിന്റെ മതിൽ എന്റെ ദൈവം പണിയിപ്പിക്കുവാനിടയാകും.
If you're willing to weep in the presence of the Lord is going to use you to build the walls that are broken down. നെഹമ്യാവിന് കൊട്ടാരത്തിനകത്തെ ജോലി ചെയ്ത ശീലമുള്ളായിരുന്നു കേട്ടോ. Nehemiah was just used to working within the palace. നെഹമ്യാവിന്റെ ഓഫീസിനകത്ത് ഇരുന്ന ശീലമുണ്ടായിരുന്നുള്ളൂ. Nehemiah just was used to working in the office. നെഹമ്യാവിന്റെ ഓഫീസിനകത്തെ കാര്യമേ അറിയത്തുള്ളായിരുന്നു. Nehemiah just knew the affairs of his office. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, when he started praying, വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, when he started praying for the കരയാൻ needs, തുടങ്ങിയപ്പോൾ, when he started crying for those needs, ഓഫീസിനകത്തുനിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഒരു മിഷനുമായിട്ട് ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി. മതിലുകൾക്കകത്തുനിന്ന് മതിലുകൾക്ക് പുറത്തു കൊണ്ടുവന്ന് ഒരു പട്ടണത്തിന്റെ മുതൽ പണിയുവാൻ ദൈവം അവനെ ഉപയോഗിക്കുവാൻ ഇടയായി. ചില മതിലുകൾ പുറത്ത് വിട്ട് നീ വരുവാൻ തയ്യാറായാൽ, ചില മതിലുകൾക്കകത്തുനിന്ന് നീ പുറത്തു വരാൻ തയ്യാറായാൽ, ചില മതിലുകളെ പണിയുവാൻ എന്റെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ഇടയായി തീരും. If you want to leave the security of some walls, the Lord will use you to build his walls. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പണിതുയർത്തിയ ചില മതിലുകളുണ്ട്. And there are some walls we built ചിന്തകൾ കൊണ്ട് നാം പണിതുയർത്തിയ ചില മതിലുകളുണ്ട്. some walls with our thoughts. ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല മനുഷ്യ നിർമ്മിതമായ മതിലുകളും ഇന്ന് പകൽക്കാലം ഇവിടെ ഉടയുമ്പോൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള ചില മതിലുകൾ ദൈവം നമ്മളെ കൊണ്ട് പണിയിപ്പിക്കുവാൻ ഇടയായി തീരും. The Lord will build some walls that are according to his will. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ചില മതിലുകൾ തകർന്നേ മതിയാകൂ. ചിലതിനെ പുറത്തു കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. എഴുന്നേൽക്കയില്ല. ഇതുപോലെ ആയിത്തീരുമെന്ന് പിശാച് പദ്ധതി എഴുതുമ്പോൾ ഇന്ന് പകൽ ആ രേഖയെ തകർത്തു മാറ്റുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ, രംഗത്ത് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിച്ച് പറയണം, ഞാൻ എഴുന്നേൽക്കും, ഞാൻ പണിയുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ കാര്യം സാധിപ്പിക്കും. കാര്യം ശരിയാ. പക്ഷെ ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്നിടത്തു നിന്ന് നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ എരിഹോമിന്റെ ആ തെരുവീതിയിൽ ഒരു മുടന്തനായ അന്ധനായ വ്യക്തി ഇരുന്നു. വ്യർത്ഥമായി അവന് കാണാൻ കഴിയത്തില്ല. ആരാ അതിലെ പോകുന്നെന്ന് അറിയത്തില്ല. പക്ഷെ നസറയനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പ്രതികരിച്ചു. അവൻ എങ്ങനെ പ്രതികരിച്ചത്? ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ. എനിക്ക് കാണാൻ കഴിയത്തില്ല, എനിക്ക് ആരാ പോകുന്നെന്ന് അറിയാൻ കഴിയത്തില്ല. പക്ഷെ ഞാൻ കേട്ടു, ഇതിലെ പോകുന്നവൻ ഒരു സാധാരണക്കാരനല്ല. അവൻ അനേകരെ സൗഖ്യമാക്കിയ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ പിശാച് അവനെ ശാസിക്കുവാൻ തുടങ്ങുവാനിടയായി. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അവൻ അവിടെ മൗനമായിരുന്നില്ല. അവൻ വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിക്കുവാൻ തുടങ്ങി. അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിൽക്കുവാനിടയായി. യേശു അവിടെ നിന്ന് അവനെ വിളിക്കുന്നുവെന്ന് അവൻ കേട്ടപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ചാടി എഴുന്നേൽക്കുവാനിടയായി. അവൻ ചാടി എഴുന്നേറ്റപ്പോൾ അവന്റെ മേലുണ്ടായിരുന്ന പുതപ്പ് അവൻ വലിച്ചെറിയുവാനിടയായി. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കുന്നതിന് തടസ്സമായി, ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിന് തടസ്സമായി നിന്നെ ഒരു കോണിൽ ഒതുക്കിക്കളയുന്ന ചില പുതപ്പുകൾ ഇന്ന് പകൽക്കാലം വലിച്ചെറിയുവാൻ തയ്യാറായാൽ, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് അവൻ നിന്റെ മേൽ ഇടുവാൻ തയ്യാറാണ്. ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കണമെങ്കിൽ ചിലത് നീ ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏലീശ പ്രാപിച്ച ഒരു പുതപ്പുണ്ട്. ഏലിയാവിൽ നിന്ന് പ്രാപിച്ച ഒരു പുതപ്പുണ്ട്. അപ്പന്റെ ഏർക്കാളകളെയും മേധിച്ചുകൊണ്ട് അവന്റെ വയലിൽ നിന്നപ്പോൾ അവനെ തേടി വന്ന ഒരു പുതപ്പ്. ഇന്ന് പകൽക്കാലം ഏലീശ പുതപ്പിന്റെ ചൂട് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗമിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആ പുതപ്പ് നമ്മുടെ മേൽ വീണാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനിടയാകും. നമ്മൾ ചെയ്തിട്ടില്ലാത്തത്, നമ്മൾ കണ്ടിട്ടില്ലാത്തത് നമ്മളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാനിടയാകും. God will do through us what we've not seen, what we've not anticipated.
യേശുവിന്റെ Hallelujah. അധികാരമുള്ള നാമത്തിൽ ഒത്തിരി അനുഭവങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ ഒരെണ്ണം മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വിരാമം We just give കുറിക്കുകയാണ്. one testimony. There are many ഞാനൊരു examples that happened. വിക്കനായ മനുഷ്യനായിരുന്നു. Pastor was a man who used to stammer അവന് സംസാരിക്കുവാൻ and he കഴിയത്തില്ലായിരുന്നു. could not speak അങ്ങനെ fluently. ഇരുന്നപ്പോഴാണ് ദൈവത്തിന്റെ വേലയുടെ വിളിയും ദൈവജനം പഠിപ്പാനുള്ള അവസരവുമായിട്ടൊക്കെ ഞാനൊരു ബൈബിൾ സ്കൂളിൽ കടന്നു പോകുവാൻ ഇടയായത്. That's when I received the call of the Lord to go to Bible ആദ്യത്തെ school. സെമസ്റ്റർ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ മടങ്ങി വന്നു. And after the first semester ended, I came back 3 home. ദിവസം ഉപവാസ പ്രാർത്ഥന എന്റെ മാതൃചർച്ചിൽ And the 3 നടന്നുകൊണ്ടിരിക്കുകയാണ്. days of fasting prayer in my mother ശനിയാഴ്ച church. പകൽ 2-ാം ദിവസം ഒരു ഭവനത്തിൽ വെച്ച് നടക്കുന്ന പ്രാർത്ഥന. And Saturday there was a fasting ഞാൻ prayer in പറയട്ടെ our പ്രിയമുള്ളവരെ, house. അന്ന് ഉച്ചയ്ക്ക് പകലത്തെ സെക്ഷനിൽ തിരുവചനം സംസാരിപ്പാൻ എനിക്ക് അവസരം ലഭിപ്പാൻ ഇടയായി. And I received the opportunity to minister the second day. 45 മിനിറ്റ് സമയം തന്നു. And I had 45 minutes to speak. ഞാൻ പലതവണ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ഓപ്പർച്യൂണിറ്റി നിഷേധിക്കുവാൻ ഇടയായി. And I rejected that opportunity many times, saying no. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞു ഇല്ല, ഇന്ന് സംസാരിച്ചേ പറ്റത്തുള്ളൂ. But the man of God forced me to speak എബ്രായ that ലേഖനത്തിൽ morning. മോശയെ പറ്റി എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ എടുത്തുദ്ധരിച്ച് പ്രസംഗിക്കുവാനായി എഴുന്നേറ്റു. And I stood up to speak about Moses വളരെ from the ഭയമുണ്ടായിരുന്നു. Hebrews, and had fear in my ജീവിതത്തിൽ heart. ആദ്യമായി ലഭിച്ച അനുഭവമാണ്, It's അവസരമാണ്. the first time that I've received to speak 45 publicly. മിനിറ്റ് പോയിട്ട് 5 മിനിറ്റ് പോലും എനിക്ക് പ്രസംഗിക്കുവാൻ And I കഴിഞ്ഞില്ല. could not speak even for 5 minutes. ഞാൻ അവിടെ ഇരിക്കുവാനിടയായി. And I ended up sitting പറഞ്ഞ down. വാക്കുകളൊന്നും ആർക്കും And മനസ്സിലായില്ല. nobody could understand what I said. എനിക്ക് പോലും മനസ്സിലായില്ല. I did not even understand എന്റെ what കൂടെ I സൺഡേ said. സ്കൂൾ പഠിപ്പിച്ചവർ ആ സഭയിലുള്ള ഒട്ടുമുക്ക ആളുകളും അന്ന് അവിടെ And ഉണ്ടായിരുന്നു. there were many people that I taught Sunday school that learned എന്റെ Sunday school with ഹൃദയം me. തകരുവാനിടയായി. My heart was broken. എന്റെ ഹൃദയം തകരുവാനിടയായി. My heart was broken. ആ ദൈവദാസനെടുത്ത് അടുത്ത 1 മണിക്കൂർ അതേ വചനത്തിൽ നിന്ന് സംസാരിച്ചു. ആശീർവാദ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം. And the man of God ended up speaking from that same portion, and as he was saying the benediction, ആരും അറിയാതെ നിറകണ്ണുകളോടുകൂടെ ഞാൻ ആ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുവാനിടയായി. and I ended up leaving that house with tears. മീറ്റിംഗ് കഴിഞ്ഞ് ആരെയും എനിക്ക് ഫേസ് ചെയ്യുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ ഭവനത്തിലേക്ക് ഞാൻ പോയി. And I ended up leaving and going to my house because I couldn't face പ്രാർത്ഥനയ്ക്ക് anybody. വേണ്ടി എന്റെ പ്രാർത്ഥനാ റൂമിൽ മുഴങ്കാൽ And I മടക്കുവാനിടയായി. ended up sitting ആ down ഉച്ച in കഴിഞ്ഞ് my prayer 2:30 room. മണിയായ സമയത്ത് And about 2:30 that എന്റെ day, ഹൃദയം തകർന്ന കണ്ണുനീരിനെയും വരാനില്ല, അതുപോലെ കരഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ and as I was പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ weeping and sitting in the presence of the Lord, അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി. Yes, and I started speaking in tongues, ആത്മനിറവിൽ ആരാധിപ്പാൻ തുടങ്ങി. and I started Yes, speaking Lord. ഒരു in വലിയ tongues. ദൈവ സാന്നിധ്യം എന്റെ പ്രാർത്ഥനാ റൂമിൽ And the ഇറങ്ങുവാനിടയായി. presence of the Lord descended on അവിടെ my prayer room. മറ്റാരുമില്ലായിരുന്നു. There was nobody else in അന്നാണ് that എന്റെ room. യേശുവിന്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്. And I received and I sensed the അവിടെയാണ് ആ presence of God. റൂമിനകത്താണ് എന്റെ ഉള്ളിൽ ഒരു വലിയ മാറ്റം സംഭവിപ്പാനിടയായത്. And a great change happened within അന്ന് me വരെ that ഞാനൊരു day. പേരിനൊരു ക്രിസ്ത്യാനിയായിരുന്നു. I was just a പക്ഷേ അന്ന് എന്റെ ചിന്താഗതികളെ ദൈവം But that മാറ്റിമറിപ്പാനിടയായി. day, my thoughts were changed. എന്റെ നാവിനെ ആരോ ഒന്ന് തൊടുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചു. And I sensed somebody touching my tongue. ഞാൻ അറിയാതെ എന്റെ നാവിൽ നിന്ന് ഒരു വാക്കിങ്ങനെ പുറത്തു വരുവാനിടയായി. One word came out of my ദൈവവചനം tongue. സംസാരിക്കുമ്പോഴെങ്കിലും ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും When I speak the word of ഒരു God, വാക്ക് പോലും വിൽക്കുവാൻ ദൈവം അനുവദിക്കരുത്. don't let me stammer ഈ when I ഒരു speak the പദം word of God. ആവർത്തിച്ച് എന്റെ നാവിലൂടെ And I വരുവാനിടയായി. kept repeating this again and എനിക്ക് again. മനസ്സിലായി അത് ബുദ്ധിയിൽ നിന്ന് വന്നതല്ല. I realized it did not come from ആത്മാവിൽ my ഞാൻ പറയുവാനിടയായി. I sense ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും when I speak the word of God, ഒരു വാക്ക് പോലും വിൽക്കുവാൻ അനുവദിക്കരുത്. and I should not stammer ഞാൻ അങ്ങനെ any word. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന And സമയം as I was praying, ഒരു വലിയ ദൈവ സാന്നിധ്യം എന്റെ മേൽ നിഴലിടുവാനിടയായി. and the great presence of God എന്റെ shadowed me. നാവിൽ നിന്ന് ഒരു വലിയ ഭാരം വലിച്ചെടുക്കുന്ന പോലെ അനുഭവിപ്പാനിടയായി. A great burden ആ lifted up my tongue. പാരമ്പര്യ ബന്ധനത്തെ എന്റെ കർത്താവ് എന്നേക്കുമായി അന്ന് തൊട്ട് സൗഖ്യമാക്കുവാനിടയായി തുറന്നു. And the Lord healed me from that burden അന്ന് that മുതൽ day. ഇന്ന് വരെ From that day on to കഴിഞ്ഞ today, 20 പരം വർഷങ്ങളായി for over 20 years, ദൈവവചനവുമായി when നിൽക്കുമ്പോൾ I stand with the word of ഒറ്റ God, വാക്ക് പോലും വിൽക്കുവാൻ I don't have to അവൻ stammer any one word. He അനുവദിച്ചിട്ടില്ല. has not caused me to അവൻ stammer. പൂർണ്ണതയുടെ ദൈവമാണ്. He's a God of fullness. അവൻ ഒരു അത്ഭുതം തന്നാൽ He's a God who gives അത് miracles. പെർമനന്റ് ആയ ഒരു വിടുതലായിരിക്കും. Yes. Permanent deliverance ഇന്ന് of God പകല gives us. പെർമനന്റ് വിടുതലിൽ വിശ്വസിക്കണം. When we receive it, ഏത് പാരമ്പര്യ ബന്ധനത്തെയോ ഇന്ന് പകല് അഴിക്കുവാൻ കഴിവുള്ള ഒരു ആത്മനാളന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ട് ഏത് രോഗബന്ധനത്തെയോ ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ വചനത്തിന്റെ ശക്തിയാൽ അഴിച്ചു മാറ്റുവാൻ അവന് കഴിയും. ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ട് കരഞ്ഞാട്ട്
യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് ഇന്ന് പകൽക്കാല വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാട്ട് പ്രൊക്ലെയിം ചെയ്ത് വിളിച്ചു പറഞ്ഞ് സ്വർഗത്തിൽ എനിക്കൊരു ദൈവമുണ്ട്, അവൻ കാര്യം സാധിപ്പിക്കും, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. മനുഷ്യൻ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ സകലവും സാധ്യമാണ്. അവൻ കാര്യം സാധിപ്പിക്കും, അവനെ കാര്യം സാധിപ്പാൻ കഴിയുള്ളൂ. ഇന്ന് പകൽക്കാലം അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവനെതിരെ നിൽപ്പാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചില രോഗബന്ധനങ്ങൾ ഡിസപ്പിയർ ആയി മാറട്ടെ, ചില പാരമ്പര്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഡിസപ്പിയർ ആയി മാറട്ടെ. അസാധാരണമായ ഒരു വിടുതൽ ഈ ഹാളിനകത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ചെയ്യുന്നതിനായി ഞങ്ങളൊക്കെ വാഴ്ത്തുകയാണ്. ഞാനൊരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏത് വിഷയമാണെങ്കിലും, നിങ്ങളെ ഏറ്റവും അധികം തളർത്തുന്ന വേദനിപ്പിക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും ആ വിഷയത്തെ കരത്തിൽ ഏറ്റെടുക്കുക, ആ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ എനിക്കൊരു കാര്യസ്ഥനുണ്ട്, എനിക്ക് വ്യവഹാരമുള്ളത് അങ്ങുമായിട്ട് മാത്രമാണ്. അങ്ങന്റെ ഉപനിധിയാണ്, അങ്ങന്റെ രക്ഷിതാവാണ്, അങ്ങന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവിന്റെ ശക്തി എനിക്ക് വേണ്ടി ഒന്ന് വ്യാപരിക്കണമേ. എന്റെ കുടുംബത്തിനകത്ത്, എന്റെ തലമുറയുടെ മേൽ, എന്റെ ശരീരത്തിന്റെ മേൽ, എന്റെ ജോലിയുടെ മേൽ, എന്റെ ആത്മീക ജീവിതത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അസാധാരണമായ ഒരു വിടുതൽ ചില വ്യക്തിയുടെ മേൽ അടിയന്റെ നാവിന്റെ ബന്ധനത്തെ അഴിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഇതിനെ അഴിച്ചുകൊണ്ട് വരുവേൻ. ആരെങ്കിലും എന്തിനാ ഇതിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. കർത്താവേ, ഇതിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ചില മതിലുകളെ പണിയുവാൻ, അപമാനത്തിലിരിക്കുന്ന, കഷ്ടതയിലിരിക്കുന്ന, മതില് തകർന്നു കിടക്കുന്ന ചില പട്ടണങ്ങളെ പണിയുവാൻ, ചില ഭവനങ്ങളെ പണിയുവാൻ എന്റെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അല്പസമയം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എന്റെ തലമുറയെ കൊണ്ട് ആവശ്യമുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്, എന്റെ ഭർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട്, എന്റെ ഭാര്യയെ കൊണ്ട് ആവശ്യമുണ്ട്. ചിലതിനെ അഴിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുവാൻ എത്ര പേര് തയ്യാറാണ്? കർത്താവേ, നെഹമ്യാവ് ചെയ്തതുപോലെ ഒരു വ്യത്യസ്തമായ ശുശ്രൂഷ, കാലഘട്ടത്തിന് യോജ്യമായ, കാലഘട്ടത്തിന് വേണ്ടുന്ന, ഈ കാലഘട്ടത്തിന് ആവശ്യമായ ചിലത് ചെയ്യുവാൻ, ചിലരെ അങ്ങയോട് അടുപ്പിക്കുവാൻ ദൈവമേ എന്നെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? എന്റെ ജോലിയോടൊപ്പം, എന്റെ വേലയോടൊപ്പം ദൈവമേ ചിലത് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ തയ്യാറാണെന്ന് എത്ര പേർ സമർപ്പിക്കുവാൻ തയ്യാറാണ്? ഇന്ന് പകൽക്കാലം വിടുതൽ ദൈവം അയക്കുന്ന പകലാണ്. ഹല്ലേലൂയ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ വ്യാപരിക്കുന്ന പകലാണ്. ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതങ്ങൾ നടക്കുന്ന പകലാണ്. യേശുവിന്റെ നാമത്തിൽ ഈ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അതിനെ അഴിച്ചു കൊണ്ടുപോവാ. ആരെങ്കിലും എന്തിനാ അഴിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവ് കയറാനുള്ള ഒരു വാഹന മൃഗമാണ് നീ. ഇന്ന് പകൽക്കാലം മറ്റു പലതും കയറിയിരിക്കുവാനുള്ള ഒരു വാഹന മൃഗമല്ല കുഞ്ഞെ നീ. ലോകത്തിന്റെ ചിന്തകളും ലോകത്തിൻ്റെതാകുന്ന മോഹങ്ങളും ഇരിക്കുന്ന ഒരു ഇരിപ്പിടമല്ല നിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം രാജാതി രാജാവ് എഴുന്നള്ളുന്ന ഒരു വാഹന മൃഗമാണ്. ഇന്ന് പകൽക്കാലം നിന്നെ എന്റെ കർത്താവിന് ആവശ്യമാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമർപ്പണത്തോട്, തീരുമാനത്തോട് ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുമാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത് പോലെ അല്പസമയം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കാണും കാൽവറി ദർശനം കാണും അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ,
കാൽവറി ദർശനം കാണുന്നൻ മുൻപിലായി, കാൽവറി ദർശനം കാണുന്നൻ മുൻപിലായി, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ, അൻപിനാലുള്ളവും കണ്ണും നിറയുന്നേ. വന്ദനമേ യേശു രക്ഷകരൻ നായകനേ, വന്ദനമേ വന്ദനമേ. ഉറക്കെ പാടാമോ? വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. പൊന്നു മഹേശനേ നിന്നുടെ കാരുണ്യം, പൊന്നു മഹേശനേ നിന്നുടെ കാരുണ്യം, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുകേ. ദൈവമക്കൾ വാ തുറന്ന് പാടിക്കും, നോക്കി പാടിക്കും. യോഗ്യനേ കാൽവരി ദർശനം പാടാമോ? കാൽവരി ദർശനം കാണും, പരിശുദ്ധാത്മാവിന്റെ ശക്തി കാൽവരി ദർശനം കാണും പോലെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്, കരത്തിലേക്ക് സമർപ്പിക്കുകയാണ്, ഭവനങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഈ സഭയെ അങ്ങോട്ട് കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചെറുതും വലുതുമായ എല്ലാവരെയും അങ്ങോട്ട് കരത്തിൽ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണം. ഒരു നിയോഗം, ഒരു വലിയ ദർശനങ്ങൾ, കർത്താവേ, ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഈ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കണം. ഈ പട്ടണത്തെ പിടിച്ചടക്കുവാൻ, ഈ പട്ടണത്തെ പണിയുവാൻ നിയോഗവുമായിട്ട് അഭിഷക്തന്റെ കൂടെ നിന്ന് ശക്തമായി ദേശത്തെ നേടുവാൻ ദൈവം ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് അത്ഭുതം ചെയ്യണം. സകല മാനവും മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാം. അവസരം ഒരുക്കി തന്ന ദൈവത്തിനോട് സഭയോട് നന്ദി അറിയിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.